എവ്രിവൺ എല്ലാവർക്കും ക്രിസ്റ്റൽ എഡ്യൂഹബിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിന്റെ കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒക്ടോബർ മന്തിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഒക്ടോബർ, നവംബർ, അതിന് മുന്നേ ഉള്ള സെപ്റ്റംബർ ഒക്കെ നമുക്ക് ഈ ഒരു ജാനുവരിയിലോട്ടൊക്കെ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ അതിലെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്ടോബർ 1 മുതൽ നമ്മുടെ ഇവിടെ നടന്നിട്ടുള്ള നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഡീറ്റെയിൽസ്, കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ ഇതിലുള്ള ഓരോ പോയിന്റും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ എന്താണ് നമ്മളോട് ചോദിക്കുന്നത് എന്നുള്ള നമുക്ക് പ്രത്യേകിച്ചൊരു ഐഡിയ കാര്യങ്ങൾ വരില്ല. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാല് യൂണിയൻ മിനിസ്റ്റർ ഡോക്ടർ വീരേന്ദ്ര കുമാർ വിൽ ഫെലിസിറ്റേറ്റ് ദ ടോപ്പ് റാങ്കിങ് സ്റ്റുഡൻസ് അറ്റ് ദ നാഷണൽ ലെവൽ ഇൻ ദ ഡിസാബിലിറ്റി റിഹാബിലിറ്റേഷൻ Services and Special Education Sector on October 1, 2024 and New Delhi. ഇത് പറഞ്ഞാല് നമ്മൾ ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹ്യനീതി ശാസ്ത്രീകരണ മന്ത്രാലയത്തിന് വികലാംഗരുടെ ശാസ്ത്രീകരണ വകുപ്പിന് കീഴിലുള്ള, അതായത് നമ്മുടെ ഇതുണ്ടല്ലോ ഈ ഡിസേബിലിറ്റി ഉള്ള സ്റ്റുഡൻസിന്, ഡിസേബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന നമ്മുടെ വകുപ്പാണ് ഈ വികലാംഗരുടെ ശാസ്ത്രീകരണ വകുപ്പ് എന്ന് പറയുന്നത്. സോ അതിന് കീഴിലുള്ള NBR രണ്ട് ഇതായിരുന്നു വകുപ്പുകളാണ് NBER എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ എന്ന് പറയുന്നത് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ഇൻ റിഹാബിലിറ്റേഷൻ എന്നാണ്. നാഷണൽ ബോർഡ് ഓഫ് examination in rehabilitation. ഇത് വകുപ്പിന് കീഴിലുള്ള രണ്ട് നമുക്ക് എന്താ പറയാ രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കൗൺസിൽ എന്നൊക്കെ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഏജൻസി എന്നൊക്കെ നമുക്ക് പറയാം. NBER. അതുപോലെ തന്നെ വേറൊന്നാണ് RCI എന്ന് പറയുന്നത്. RCI റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ്. റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ്. റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് RCI എന്ന് പറയുന്നത്. ഇവർ രണ്ട് പേരും ചേർന്നിട്ട് നടത്തിയിട്ടുള്ളതാണ് ഈ ഒരു നമ്മുടെ വികലാംഗരുടെ ശാസ്ത്രീയ വകുപ്പിന് കീഴിലുള്ള NBER-ഉം RCI-യും കൂടിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്, ഈ ഒരു ഇനാഗുറേഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. സോ എന്നാണ് നടന്നിട്ടുള്ളത്? ഒക്ടോബർ 1, 2024 നടന്നിട്ടുള്ളത്. എവിടെ വെച്ചിട്ട്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. സോ നമ്മൾ വേറൊരു ഇൻഫർമേഷൻ കൂടി നമ്മൾ അറിയാം. ന്യൂഡൽഹിയിൽ എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? അതായത് ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ വെച്ചിട്ടാണ് നടന്നത്. ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ വെച്ചിട്ടാണ്. ദെൻ നമ്മൾ എന്താണ്, ഇതാരാണ് ഇതിലെ മെയിൻ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ വീരേന്ദ്രകുമാർ ആണ് ഇതിന്റെ മെയിൻ ചീഫ് ഗസ്റ്റ്. ഈ വീരേന്ദ്രകുമാർ യൂണിയൻ മിനിസ്റ്റർ ഏതിന്റെ യൂണിയൻ മിനിസ്റ്റർ ആണെന്ന് കൂടി നമ്മൾ അറിയണം. ഏതിന്റെയാണ്? കേന്ദ്ര സാമൂഹ്യനീതി ശാസ്ത്രീകരണ മന്ത്രിയാണ്. സർവ് ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സെക്ടറിന്റെ മന്ത്രിയാണ്. അത് ഡിസേബിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന്റെ യൂണിയൻ മിനിസ്റ്റർ ആണ് ഡോക്ടർ വീരേന്ദ്രകുമാർ എന്ന് പറയുന്നത്. ദെൻ ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ചടങ്ങാണ് അവിടെ നടക്കുന്നത്. എന്ത് ചടങ്ങാണ്? ഈ ഡിപ്ലോമ തലത്തിലൊക്കെ അത്യാവശ്യം ദേശീയ തല വരെ പോയവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺവൊക്കേഷൻ നടത്തും അവിടെ. അതായത് അവർക്ക് അതിനായിട്ടുള്ള അംഗീകാരങ്ങളും മറ്റും ഡിസേബിലിറ്റി ഉള്ള സ്റ്റുഡൻസ് നടത്തും. അതായത് ഡിപ്ലോമ തലങ്ങളിൽ ദേശീയ തലത്തിലോട്ട് എത്തിയവരെ. രണ്ട് ഉള്ളത് പ്രത്യേക വിദ്യാഭ്യാസം, അതായത് വികലാംഗരുടെ പുനരധിവാസം, അതുപോലെ പ്രത്യേക വിദ്യാഭ്യാസം എന്നീ മേഖലകളിലൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കും. സോ ഇതിന് ടോപ്പിലെത്തിയ സ്റ്റുഡൻസിന് അവര് ഒന്ന് നമ്മൾ പറയില്ലേ, അവർക്ക് അതിൻ്റെതായിട്ടുള്ള അംഗീകാരങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള എന്താണ്
റാങ്കിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ചടങ്ങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ്, ആരാണ് ചീഫ് ഗസ്റ്റ്? വീരേന്ദ്രകുമാർ, യൂണിയൻ മിനിസ്റ്റർ. വീരേന്ദ്രകുമാർ എന്തിന്റെ മന്ത്രിയാണ്? നമ്മുടെ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രിയാണ് വീരേന്ദ്രകുമാർ. എന്താണ് ആരാണ് ഈ ചടങ്ങ് നടത്തുന്നത് എന്ന് വെച്ചാൽ RCA NBER ആണ്. RCA റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയും NBER ആണ് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ്. ദെൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് ഒക്ടോബർ 1 നടന്നിട്ടുള്ളത്. ന്യൂഡൽഹിയിൽ എവിടെ വെച്ചിട്ടാണ്? ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടന്നിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ആണ്, ദ സെന്റർ ഹാസ് അപ്രൂവ്ഡ് റിലീസ് ഓഫ് 675 crore from the National Disaster Response Fund to fund flood affected states ഗുജറാത്ത്, മണിപ്പൂർ, ത്രിപുര. അതായത് നമ്മുടെ ഈ ഒരു ഗുജറാത്ത്, ഈ പ്രളയ ബാധിതർ എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ ഫ്ലഡ് ഒക്കെ നടന്നിട്ടുള്ള സ്റ്റേറ്റ് ആയ ഗുജറാത്ത്, മണിപ്പൂര്, ത്രിപുര എന്നിവിടങ്ങളിൽ എന്താണ് എന്താണ് SDRF. ഈ ഗുജറാത്ത്, മണിപ്പൂർ, ത്രിപുര എന്നിവയിലെ SDRF എന്നിവയിൽ, അതുപോലെ NDRF, SDRF, NDRF എന്നിവയിൽ നിന്നും 625 കോടി ഇവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതൊരു 2 ഫണ്ടിങ് ഏജൻസികളാണ്, SDRFും NDRF എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ ഫ്ലഡ് ബാധിതരായിട്ടുള്ള സ്റ്റേറ്റ് ആയ ഗുജറാത്ത്, മണിപ്പൂർ, ത്രിപുരയിലേക്ക് ഈ 2 ഏജൻസികളിൽ നിന്നും 625 കോടി ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല്, ഈ ഒരു ഇതിന് മെയിൻ ഇത് പറഞ്ഞാല് നമ്മുടെ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ പ്രത്യേക പരിഗണനയും കാര്യങ്ങളൊക്കെ എല്ലാ ഈ സഹായം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് കിട്ടും എന്നുള്ള ഒരു പിന്തുണ കൂടിയാണ് ഇതോടുകൂടി അവർ കാണിച്ചു തരുന്നത്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്റ്റേറ്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും നല്ലൊരു പിന്തുണ കിട്ടും എന്നാണ് അവർ കാണിക്കുന്നത്. ഇത് NDRS എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്. അതിന്റെ കൂടെ SDRF കൂടിയും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട് ആണ് SDRF എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും കൂടിയാണ് അവർക്ക് ഈ ഫണ്ട് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുക, എത്രയാണ് എന്നുള്ളത്, ഏതൊക്കെ സ്റ്റേറ്റ് ആണ് എന്നുള്ളത്, ആരാണ് ഈ ഒരു ഫണ്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും കൂടി ഒന്ന് ഓർമ്മയെടുക്കുക കേട്ടോ. സോ നമുക്ക് ഇതൊന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് നെക്സ്റ്റ് പോയിന്റിലോട്ട് പോകാം. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ഏരിയ. ഒന്ന്, നിങ്ങൾക്ക് ഹയർ എഡ്യൂക്കേഷനിൽ ചോദിക്കുന്നതാണ് ഈ യൂണിയൻ മിനിസ്റ്ററിൻ്റെത്. 2, നിങ്ങൾക്ക് ക്ലൈമറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പീപ്പിൾ ആൻഡ് എൻവയോൺമെന്റിലാണ്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ജനുവരി എഴുതുന്നവരാണെങ്കിൽ ഇത് മിസ് ചെയ്യരുത് കേട്ടോ. ദെൻ അടുത്തത് നമ്മൾ എന്താണ്, അടുത്ത പോയിന്റ് ആണ്, The World Green Economic Forum has been launched Dubai from October 2. സോ നമ്മുടെ ഈ ഒരു വേൾഡ് ഗ്രീൻ എക്കണോമിക് ഫോറം ദുബായിലെ ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്തു. അപ്പോ ഇത് എത്രാമത്തതാണ് എന്ന് നമ്മൾ അറിയണ്ടേ? ഈ ഒരു സമ്മിറ്റ് ആണ് ഇത്. WGEF എന്ന് പറഞ്ഞ ഒരു സമ്മിറ്റ് ആണ്. WGES എന്ന് പറയുന്ന ഒരു സമ്മിറ്റ് ആണ്. അതായത് വേൾഡ് ഗ്രീൻ എക്കണോമിക് സമ്മിറ്റ് എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അത് 10ാമത്തെ ആണ് ദുബായിൽ നടന്നത്. എത്രാമത്താണ്? 10th ആണ് ദുബായിൽ നടന്നത്. സോ നമ്മള് ഇത് എന്നാണ് നടന്നത്? ഒക്ടോബർ 2-നും 3-നും എന്ന് നമുക്ക് പറയാം. 2-നും 3-നും ഇടക്കാണ് ഇത് നടന്നത്. സോ നമുക്ക് ഇതിൽ വേറൊരു കാര്യം അറിയേണ്ടത്, ഇതിന്റെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നത് UAE-യുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആണ് ഇത് ആരംഭിച്ചത്. ഈ ഒരു രക്ഷകർത്താവ് ഈ ഒരു ദുബായിൽ ആരംഭിച്ചത് ആരാണ്? UAE-യുടെ പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ആണ്. സോ ഇതിന്റെ ഒരു തീം എന്താണ്? നമുക്ക് എല്ലാത്തിനും ഈ ഒരു നമ്മൾ ഏതൊരു ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണെങ്കിലും അതിനൊരു തീം ഉണ്ടായിരിക്കും.
എന്താണ് തീം എന്ന് പറയുന്നത്? ആഗോള പ്രവർത്തനം, ശാസ്ത്രീകരിക്കൽ അവസരങ്ങൾ തുറക്കലും പുരോഗതിയുമാണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇതിനൊരു തീം ഉള്ളത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്താണ് തീം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആഗോള പ്രവർത്തനമാണ് മെയിൻ ആയിട്ട് ഇതിലുള്ള തീം വരുന്നത്. സോ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് വേണം. അപ്പോ ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്? ഉദ്ഘാടനം എന്നല്ല, അത് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ഈ UAE പ്രസിഡന്റ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. UAE പ്രസിഡന്റ് ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം. കേട്ടോ. ദെൻ അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോ വെയിറ്റ് 1 മിനിറ്റ്. അപ്പോ അടുത്ത പോയിന്റ് പറയുമ്പോൾ 26 വാട്ടർ എനർജി ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എക്സിബിഷൻ 2024 began on the 1st October at the Dubai World Trade Center ആണ്. സോ ഇതെന്താന്ന് പറഞ്ഞാല് ഇതില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മുടെ 26ാമത്തെ വേൾഡ് എനർജി ടെക്നോളജി എൻവയോൺമെന്റ് എക്സിബിഷൻ ആണ് നടന്നിട്ടുള്ളത്. എത്രാമത്താണ്? 26ാമത്താണ്. എന്നാണ്? ഒക്ടോബർ 1-നാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത്. സോ നമ്മൾ ഇത് അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ എത്ര കമ്പനികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വാട്ടർ ആൻഡ് എനർജി ടെക്നോളജി എക്സിബിഷൻ നടക്കുമ്പോൾ ഒബ്വിയസ്ലി അതിൽ നമുക്ക് ഒരുപാട് കമ്പനീസ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ 29 കമ്പനികളാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ 26ാമത്തെ ആണ് നടക്കുന്നത്. അത് എന്താണ്? WETEX എന്ന് പറയാം. WETEE എന്ന് പറയാം. അതായത് ദ വാട്ടർ എനർജി ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എക്സിബിഷൻ എന്ന് പറയും. അത് എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? ആരംഭിച്ചിട്ടുള്ളത് ഒക്ടോബർ 1-ന് ആരംഭിച്ചു നമ്മൾ പറഞ്ഞു. എവിടെ വെച്ചിട്ട്? ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചിട്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ. ഇതിന് മെയിൻ എന്താണ്? ഇതിന് മെയിൻ ആയിട്ട് ഇതില് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കില്ലേ. ഇത് ഇന്ന കാര്യങ്ങളൊക്കെയാണ് ലക്ഷ്യമിട്ടത് എന്ന് നമ്മൾ പറയാറ്. അതായത് നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ, അതായത് ഹരിത സമ്പദ്, അതായത് ഗ്രീൻ എക്കണോമി, ഗ്രീൻ റവല്യൂഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഇത് എയിം വിട്ടിട്ടുള്ളത്. ഹരിത സമ്പദ് വ്യവസ്ഥയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്കും പിന്തുണയ്ക്കാണ് ഇന്ത്യൻ പങ്കാളിത്തത്തിന്റെ പ്രധാനം എന്ന് UAE ഇന്ത്യൻ അംബാസിഡർ. അതായത് നമുക്ക് ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ, ഗ്രീൻ എക്കണോമി, അതിന്റെ ഒരു സുസ്ഥിരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇതില് സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള അംബാസിഡർ. ആരാണ് ഇന്ത്യൻ അംബാസിഡർ? UAE ഇന്ത്യൻ അംബാസിഡർ ആരാണ്? സഞ്ജയ് സുധീർ ആണ്. ഇന്ത്യൻ അംബാസിഡർ എന്ന് പറയുന്നത്. സഞ്ജയ് സുധീർ. ഓക്കെ. അപ്പോ ഇത്രയും കാര്യങ്ങള് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഇതിന്റെ എവിടെയാണ് നടക്കുന്നത്, എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ എത്ര ഇന്റർനാഷണൽ കമ്പനീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, എത്രാമത്തതാണ് എന്നുള്ളത്, നമ്മുടെ ഇന്ത്യൻ അംബാസിഡർ ആരാന്നുള്ളതും ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. കറന്റ് അഫയേഴ്സിന്റെ നമുക്ക് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഞാൻ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നോട്ട് ചെയ്യണം. കാരണം നമുക്ക് എന്താണ് ചോദിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ മസ്റ്റ് ആയിട്ടും കറന്റ് അഫയേഴ്സിൽ നിങ്ങൾ കൂടുതലൊന്നും ചോദിക്കില്ല, ചോദിക്കുന്നത് വൃത്തിയായിട്ട് പഠിച്ചു പോകാം കേട്ടോ. ഇപ്പം പറയുന്ന പോലെ ഈ ഫ്രൈഡേ 27-നാണ് നമ്മുടെ സ്കോളർഷിപ്പ് ടെസ്റ്റ്. മസ്റ്റ് ആയിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും, കെയറിംഗ് ഈസ് ഷെയറിംഗ് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതുപോലെ എക്സാംസ് എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റീസും, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്നാൽ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇതുപോലുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു വിവരം നിങ്ങൾ അവരെ അറിയിക്കണം.
അവർക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള ചാൻസസ് നമ്മളിലൂടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.